റോഡായിട്ട് നിൽക്കുന്നു. കാർപ്പറ്റർ മേഖലയിൽ നിന്നാണ് കടന്നു വരുന്നത്. പലതരത്തിൽ കട നടത്തിയിരുന്നു, ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവിടെയൊന്നും കിട്ടാത്തൊരു നേട്ടം നാർസിമിൽ കിട്ടുമെന്ന് കരുതിയിട്ടല്ല കടന്നു വന്നത്. കുറച്ച് ഉൽപ്പന്നങ്ങൾ അമ്മായി പറഞ്ഞാൽ സുഖമാടത്തിലൂടെയാണ് ഞാൻ നാർസിമിലേക്ക് കടന്നു വന്നത്. കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമെന്നുള്ള ധാരണയിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചു. പക്ഷെ ഗിരീഷ് സാറിന്റെ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. അതുകൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലായി, ഒരു പട്ടാളക്കാരൻ ഉപ്പും മല്ലും മുളകും വിൽപ്പന ചെയ്യാൻ ഒരു കാരണവശാലും വരില്ല. അതിന്റെ പിന്നില് എന്തോ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ചാലക്കുടിയിൽ നടന്ന ഒരു പ്രോഗ്രാമിന് നിർബന്ധിച്ച് എന്നെ വിളിച്ചു. അവിടെ ചെന്നിരുന്നപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി. കൂലിപ്പണിക്കാർ മുതൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ പോലും ആർട്സിനെ ഏറ്റെടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും വൈഫും കൂടി ആ പ്രോഗ്രാമിന് ചെന്നിരുന്നു. ഏറ്റെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഈ ഒരു മേഖലയിൽ എനിക്ക് വിജയിക്കാൻ ഒരു അവസരം ഉണ്ട്. എന്തിനാണ് ഞാൻ കാർപ്പറ്റർ വർക്ക് ചെയ്തത്? എന്തിനാണ് ഞാൻ പലതരത്തിൽ കട നടത്തിയത്? എന്തിനാണ് വീടും നാടും വിട്ടുകൊണ്ട് ഗൾഫിലേക്ക് യാത്ര ചെയ്ത് പട്ടിയെ പോലെ അവിടെ പണിയെടുത്തത്? അവിടെ ഒന്നും കിട്ടാത്തൊരു നേട്ടം ആർസിഎം എന്ന പ്രസ്ഥാനത്തിലൂടെ കൂലിപ്പണിക്കാർ വരെ ഇതിലൂടെ വിജയിക്കുന്ന കണ്ടപ്പോൾ അന്ന് ഏറ്റെടുത്തതാണ്. ഇതിൽ വിജയിച്ച് അടങ്ങുന്നുള്ള തീരുമാനം. ആ തീരുമാനത്തെ ദുർബലപ്പെടുത്താനും ആ തീരുമാനത്തിന് മങ്ങൽ ഏൽപ്പിക്കാനും ആ തീരുമാനം എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാരണങ്ങളും എന്റെ ജീവിതത്തിൽ, ആർട്സിൻ ജീവിതത്തിൽ കടന്നു വന്നു. ഉച്ചക്കല്, കളിയാക്കല്, നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങള്, ഇതൊക്കെ കടന്നു വന്നു. ഇതൊക്കെ കടന്നു വന്നിട്ടും ഞാൻ പടിപടിയായിട്ട് ആർട്സിൻ എന്ന പ്രസ്ഥാനത്തിൽ ആർട്സിന്റെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഓരോ ഘട്ടത്തിലും ആർട്സിലൂടെ വിജയിക്കാനുള്ള അറിവുകള്, ആർട്സിലൂടെ നേടാനുള്ള ഓരോ ഊർജം, എനർജി എനിക്ക് ഓരോ പ്രോഗ്രാമിൽ നിന്നാണ് കിട്ടിയത്. പല ആളുകൾക്കും ആർട്സിൽ വിജയിക്കുന്നുണ്ട്, പ്രോഗ്രാമിന് പോവാൻ ആളുകൾക്ക് മടിയാണ്. പല ആളുകൾക്കും ആർട്സിലൂടെ വിജയിക്കുന്നുണ്ട്, പ്രോഗ്രാമില് കാര്യങ്ങൾ കേൾക്കാനും കേട്ട കാര്യങ്ങള് പ്രാവർത്തികമാക്കാനും മടിയാണ്. പക്ഷെ എനിക്ക് മടിയുണ്ടായിരുന്നില്ല. എന്താ കാരണം? ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് പല ജോലികളും ചെയ്തിട്ട്. എന്റെ ജോലിയിൽ ഇന്ന് വരെ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർട്സിൻ എന്ന പ്രസ്ഥാനത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ അവിടെയും കള്ളത്തരം ഈ നിമിഷം വരെ കാണിച്ചിട്ടില്ല. അത് തന്നെയാണ് വിജയിക്കാനുള്ള അവസരം. ഇന്ന് അനേകം ലീഡേഴ്സ് ഗിരീഷ് സാറിനെ പരിചയപ്പെട്ടു, ഡോക്ടർ രാജൻ സാറിനെ പരിചയപ്പെട്ടു, ക്ലാസ്സുകൾ കേട്ടു. ബിനു സാറ്, മൂർത്തി സാറ് തുടങ്ങിയ കേരളത്തിലെ പ്രഗത്ഭരായ എന്റെ മുന്നിൽ ഇരിക്കുന്ന ലീഡേഴ്സിന്റെ ഓരോ ക്ലാസ്സുകളും എനിക്ക് വിജയിക്കാനുള്ള ഊർജമായി. അതുകൊണ്ട് തന്നെ ആർട്സിമില് നഷ്ടപ്പെടാൻ എന്താണോ ഉള്ളത്? ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒന്നുമല്ലാതെ തകർന്നു നിൽക്കുന്ന കുടുംബം വരെ വിൽക്കേണ്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന സജീവ് കുമാറിന് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് കരുതി ആർട്സിൽ നിലനിന്നു. ലീഡേഴ്സിന്റെ വാക്കുകള് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു ക്ലാസ്സിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടു, ലീഡേഴ്സ് കിണറ്റി ചാടാൻ പറഞ്ഞാൽ കിണറ്റി ചാടിക്കോ, അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അവരുണ്ടാവും. കിണറ്റി ചാടി മുങ്ങി എണീറ്റ് വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വിജയിക്കാനുള്ളത് ആ കിണറ്റിൽ ഉണ്ടായിരിക്കും. ചാടാൻ പറഞ്ഞാൽ ചാടിക്കോ എന്ന് പറഞ്ഞു. അത് പ്രാവർത്തികമാക്കി ഇന്ന് സ്റ്റാർ ഒരാളായിട്ടിരുന്നു. എനിക്ക് ഒറ്റ മെസ്സേജാണ് തരാനുള്ളത്. കാരണം എന്താണ്? ഈ ഒരു പ്രോഗ്രാമിന് ഭൂരിഭാഗം പുതിയ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അച്ചീവ്മെന്റ് പ്രോഗ്രാമാണ്. ഇതില് വിജയിച്ചാടുന്ന അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള എന്തെങ്കിലും കാരണങ്ങളായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. ഇവിടെ മൂർത്തി സാറ് 3 or 4 പ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ട് എന്ന് പറഞ്ഞു. ഇല്ലേ? എന്താണ് കാരണം? എന്താണ് കാരണം? ആ ഒരു ഊർജത്തിന്റെ കുറവ് ഈ ഹോളില് ഫീൽ ചെയ്തത് കൊണ്ടാണ് മൂർത്തി സാർ ഇതിങ്ങനെ നിന്നിട്ട് പറഞ്ഞ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ കാരണം? എനർജിയെ കുറവ് ഫീൽ ചെയ്തപ്പോൾ നമ്മള് എല്ലാം എനർജിയായ മൂർത്തി സാറ് നമുക്ക് എനർജി തന്നതാ. ശ്വാസം പോയി നിൽക്കുമ്പോൾ ശ്വാസം തന്നതാ. ഇതിന് കൈയിടില്ല.
അതുകൊണ്ട് ആർട്സ് ബിസിനസ്സില് വിജയിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനർജി ഇല്ലെങ്കിലും എനർജിയോട് കൂടി നിൽക്കണം. എനർജി ഇല്ലെങ്കിലും എനർജിയോട് കൂടി നിൽക്കണം. നിൽക്കാൻ തയ്യാറാണ്? എനർജിയുടെ കയ്യിലടിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നടക്കും, അവിടെ നിന്ന് ഇങ്ങോട്ടും നടക്കും. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം പറയാം. നടക്കട്ടെ? കൂക്കരുത്, ഇപ്പൊ കൂക്കരുത്. ഇത് കഴിഞ്ഞിട്ട് കൂക്കിപ്പോ. ഇങ്ങനെ നടക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ എന്താ പറയാ? ദേവതയും മണമുളങ്ങെന്ന് പറയുന്നത് ഇല്ലേ? നമുക്ക് ഇഷ്ടമാണോ അങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ കാണിച്ചാൽ? ഇഷ്ടമാണോ? ഇനി നിങ്ങൾ നോക്കിയോ, അടുത്തൊരു നടത്തിയാണ്. ഇങ്ങനെ ഒരാളെ നോക്കിയോടെ കൂടുതൽ ശരിയാണോ? ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായ? ഒന്നാമത്തെ ആളോ രണ്ടാമത്തെ ആളോ? ഒന്നാമത്തെ ഇഷ്ടമായ ആളുകൾ കയ്യിൽ. അപ്പൊ അങ്ങനെയുണ്ട്. ഇനി രണ്ടാമത്തെ ഇഷ്ടമായ ആളുകൾ വിജയിക്കണമെങ്കിൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ മുന്നേ നടന്ന മതിയാ പോരാ, രണ്ടാമത്തെ നടന്ന മാതിരി നടക്കണം. ശരിയാണോ? ഇനി ഒരു കാര്യം ടെസ്റ്റ് മതി. എന്താണ് ടെസ്റ്റ് എന്ന് പറയുക? ഞാൻ സ്റ്റേജിൽ ഒന്ന് പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് സജീവ് കുമാർ. ഞാൻ കൊമ്പടിഞ്ഞാണ് വരുന്നത്. ഞാൻ കാർപ്പൽ വർക്ക് ചെയ്തിരുന്നു, പാചകക്കട ചെയ്തിരുന്നു. ഇതാണോ ഒന്നാമത്തെ സ്റ്റേജ്? ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടാവാ? രണ്ടാമത്തെ ആണോ നിങ്ങൾക്ക് ഇഷ്ടാവാ? നോക്കിക്കോട്ടാ. എന്റെ പേര് സജീവ് കുമാർ. ഞാൻ കൊമ്പടി നാമക്കെന്നാണ് വരുന്നത്. കാർപ്പന്റ് മേഖലയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. പലയിടത്ത് കട നടത്തിയിരുന്നു. ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് ആശുപത്രി മുന്നേ പറയുന്ന ആളെ കൂടെയാണോ 10 ആളുകൾ സംസാരത്തിൽ വരിക? രണ്ടാമത് പറഞ്ഞ രീതിയിലാണ്. ഇനിയൊരു സത്യം പറയട്ടെ. സത്യത്തില് ഈ രണ്ടാമത് കാണിച്ച രീതിയിലല്ലായിരുന്നു സജീവ് കുമാർ. ആദ്യത്തെ രീതിയായിരുന്നു. പക്ഷെ ആർസിബിൽ വന്നപ്പോൾ ലീഡേഴ്സ് പഠിപ്പിച്ചു, മണ്ണമുണ്ടാന്തനായിട്ടിരുന്നാൽ കാര്യമില്ല. അപ്പൊ ഏതാ വിജയിക്കാൻ വേണ്ടെന്ന് നമ്മൾ എടുക്കാം. 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണോ ആർസിബിൽ വിജയിക്കാൻ നല്ലത്, അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിക്കുന്നതാണോ? 100% ഉപയോഗിക്കുന്നത് അല്ലേ? ഹോം മീറ്റിംഗ് നടത്തുന്നതാണോ? മാക്സിമം ഹോം മീറ്റിംഗ് നടത്തുന്നതാണോ ആർസിബിൽ വിജയിക്കാനുള്ള മാനദണ്ഡം, അല്ലെങ്കിൽ മാസത്തിൽ ഒരെണ്ണം നടത്തുന്നതാണോ? ഹോം മീറ്റിംഗില് ഹോം ഷോപ്പിങ്ങില് ഇഷ്ടംപോലെ വരുന്നതാണോ, കൊണ്ടുവരുന്നതാണോ ആർസിബിൽ വിജയിക്കാനുള്ള മാനദണ്ഡം? മീറ്റിംഗിൽ പങ്കെടുക്കുന്നതാണോ ആർസിബിൽ വിജയിക്കാനുള്ള മാനദണ്ഡം? ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതാണോ ആർസിബിൽ വിജയിക്കാനുള്ള മാനദണ്ഡം? അല്ലേ? ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ അറിയാം. അപ്പൊ വിജയിക്കാനുള്ളത് എന്താണോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലേ ചെയ്യുന്നത്? അതാണോ ചെയ്യുന്നത്? ഇത്രയുള്ള സിമ്പിളാണ്. ഞാൻ പറയുന്നു, മൂർത്തി സാറിനൊക്കെ ഇത് മനസ്സിലായത് നമ്മുടെ ഭാഗ്യം അല്ലെ? അങ്ങനെ ഒരു നല്ല ലീഡറൊക്കെ നമ്മുടെ നേതൃത്വമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ട് ഇന്ന് ആർസിബിലില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്നലെ വരെ ഞാൻ എന്റെ വൈഫ് ജിഷോട് പറഞ്ഞോളൂ, എന്ത് ഈ ബോണസ് എന്ന് വന്നപ്പോ പറഞ്ഞോളൂ. കാരണം എന്തെല്ലാം പണികൾ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അവിടെയൊന്നും വിജയിക്കാത്ത മേഖലയിൽ നിന്ന് ആർസിബില് ഉപ്പും മല്ലും മുളകും സോപ്പും മാറ്റയും ഉപയോഗിച്ചിട്ട് വിജയിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ, ഇത് നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ, അത് സമൂഹത്തിന്റെ നന്മയ്ക്കാണെങ്കിൽ, അത് രാജ്യത്തിന്റെ ഗുണത്തിനാണെങ്കിൽ എന്തിനു നമ്മൾ പറയാതിരിക്കണം? നമ്മുടെ കുടുംബം രക്ഷപ്പെടില്ലേ? അത് പറഞ്ഞാൽ ടീച്ചർ എന്താണ് പറഞ്ഞത്? പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ആർസിബ് ചെയ്യേണ്ട, ജന നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ആർസിബ് ഏറ്റെടുക്കൂ. ഇന്ത്യൻ ജനങ്ങളിലേക്ക് എത്തിക്കൂ. നിങ്ങളുടെ കൂടെ വന്നവരെ സ്വപ്നം കാണിക്കൂ. സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ നിങ്ങൾ അവരെ കൈപ്പിടിച്ചുയർത്തൂ.
ഇത് ചെയ്താൽ മതി. ഇതാ ഞാൻ ചെയ്ത് പ്രോത്സാഹനങ്ങളാവാൻ, ഇതാണ് ഞാൻ ചെയ്തത്. എന്റെ കൂടെ വന്നവരെ വിജയിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം അവരുടെ വിജയത്തിനും കാരണമായി, എന്റെ കുടുംബത്തിന് വിജയത്തിന് കാരണമായി. ഇത്രയ്ക്കും ഒരു സൂത്രവാക്യം ഉണ്ടായിട്ട് നമ്മൾ ഇനിയും ചെയ്തില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. വരാൻ പോകുന്ന കാലഘട്ടത്തെ ആരാണോ അകക്കണ്ണുകൊണ്ട് കാണുന്നത്, അവൻ വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ രാജാവ്. വരാൻ പോകുന്ന കാലഘട്ടത്തെ ഇന്ന് കണ്ണിന്റെ മുന്നിൽ തുറന്നു കാണിച്ചിട്ടും കാണാൻ പറ്റാത്ത ആളുകൾ കാലഘട്ടത്തിന്റെ അടിമയായിട്ട് മാറും. നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും കാലഘട്ടത്തിന്റെ അടിമയായിട്ട് മാറണോ, കാലഘട്ടത്തിന്റെ രാജാവായിട്ട് മാറണോ? ഞാൻ എന്തായാലും രാജാവായിട്ട് തീരുമാനിക്കാവുന്ന തീരുമാനിച്ചു. അത്ര പേര് രാജാവായിട്ട് തീരുമാനിക്കുന്ന ആളുകൾ മാത്രം വേണ്ടി ഒറ്റ വാക്കും കൂടി പറഞ്ഞു നിർത്താം. ഞാൻ കാർപ്പൻറ്റർ മേഖലയിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ എന്റെ കൂലി 800 രൂപ. ഇവിടെ കാണിച്ചു സ്റ്റാർ എമറാൾഡിന്റെ വരുമാനം എത്രയാണ് ആലോചിച്ചു നോക്കൂ. അതിനൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ കൂലി 5833 രൂപ. അത് വീട്ടിലിരുന്നാലും കിട്ടും, കല്യാണത്തിന് പോയാലും കിട്ടും, ചിഞ്ചിരി കുങ്കിരി എന്ന് പറഞ്ഞ് കളിപ്പിച്ചിരുന്നാലും കിട്ടും. ഇത്രയ്ക്ക് സുന്ദരമായ ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇനി സമയം കളയണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. ഒരു കാര്യം കൂടി പറയാം, ഞാൻ തുക പറയില്ല, വന്ന തുക ഞാൻ പറയില്ല, നിങ്ങൾ ഗണിച്ചെടുത്തോളണം. എന്താ പറയോ, ഒരു കാർപ്പൻറ്റർ ഒരു വർഷം ഒറ്റ ദിവസം മുടക്കില്ലാതെ പണിക്ക് പോയാൽ കിട്ടുന്ന പൈസ 7-ാം തീയതി ഗണിക്കാം. കല്യാണ വീട്ടിൽ ചെന്നാലും എന്ത് വീട്ടിൽ ചെന്നാലും എന്താ ഇപ്പോഴും ആർട്സ് തന്നെയാണോ ഇതാണ് ചോദ്യം. കാരണം എല്ലാം നിർത്തുന്നതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും കുറ്റപ്പെടുത്താനും കളിയാക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും. നിലാവ് കണ്ടിട്ടുണ്ടോ? നിലാവ്, നല്ല നിലാവ് കണ്ടിട്ടുണ്ടോ? കാണാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല നിലാവുള്ള രാത്രിയിൽ ചില ചാവാലി പട്ടികളെ നിലാവിനെ നോക്കി പരയ്ക്കും, ഇല്ലേ? എന്താ കാരണം അറിയോ? എന്താ കാരണം? അതിന്റെ സൗന്ദര്യം കണ്ടിട്ടാ, അല്ലെങ്കിൽ അതിന്റെ തർക്കം കണ്ടിട്ടാ. ആർസിൽ വന്നതിന് ശേഷം ഏതെങ്കിലും നിങ്ങളുടെ കവലയിലുള്ള കുടുംബത്തിലുള്ള ബന്ധുക്കാരുള്ള ഏതെങ്കിലും അങ്ങനെയുള്ള പട്ടികൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ആർസിൽ വന്ന ശേഷം എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പിന്നാറ്റിട്ട് അതുകൊണ്ട് ആ പരകേട്ട് നിർത്തരുത്. എന്റെ പിന്നാലെ ഒരാൾ പഠിച്ചു, ഞാൻ നിർത്തിയില്ല. ഞാൻ മൂർത്തി സാറ് പോകുന്ന പോലെ, ദിന സാറ് പോകുന്ന പോലെ, രാജൻ സാറ് പോകുന്ന പോലെ, എന്നെ നന്ദർ ഗിരി സാറ് പട നയിച്ച് പോകുന്ന പോലെ ഞാനും നടന്നു. അവരെ പിന്നാലെ നെഞ്ചു പിരിച്ച് കാരണങ്ങളാണ്ട് വന്നു. ഇതൊന്നും ചെറിയ കളിയാ, ഇനി വലിയ കളി നിൽക്ക. ഇനി ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചത്, ആ ബോണസ് കൂടി വന്നപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചത്, ഇനി എന്റെ പരിശ്രമം 5 വർഷം ഒരു കാർപ്പൻറ്റർ ആ കാർപ്പൻറ്റർ വർക്ക് ചെയ്ത് കിട്ടുന്ന വരുമാനം ഞാൻ 1 മാസം കൊണ്ട് നിങ്ങളുമായിട്ട് എടുത്തിരിക്കും. ആ തീരുമാനമാണ് എന്റെ ടീമിനെ ഉയർത്തിക്കൊണ്ട് എന്റെ കൂടെ വന്നവരെ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് എന്റെ കൂടെ നടത്തുന്നവരെ, എന്റെ ശ്വാസം പോകുന്നവരെ അവരെ കൂടെ നിന്നുകൊണ്ട് വിജയിപ്പിക്കുകയാണ് എന്റെ പദ്ധതി. എന്റെ ശ്വാസം കഴിഞ്ഞാലും എന്റെ മകൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. മാത്രം പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കാം. തീരുമാനമെടുക്കുന്നവർക്കാണ് വിജയിക്കാൻ തീരുമാനമെടുക്കാവുന്നതാണ് ഇന്ന് ഈ ലോകം. അതുകൊണ്ട് തോൽക്കാൻ എല്ലാവർക്കും സാധിക്കും. വിജയിക്കാൻ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. അതിന് കറക്റ്റായുള്ള സ്ഥലമാണ് ആർസി എന്ന പ്രസ്ഥാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ ആർസി! സജീവ് സാർ പറഞ്ഞപ്പോ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് 800 × 30 × 12 അടിച്ചു. 2,80,000. അതിൽ കൂടുതലുണ്ടാവും. എന്റെ വന്ന ഇൻകം ഞാനൊന്ന് നോക്കി.
7657 ഒരു ദിവസത്തെ.